ഇതാട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ അത്തറിൽ ഓയിൽ ചേർക്കുകയാണ് അതുകൊണ്ടാണ് ക്വാളിറ്റി പോകണമെന്ന് പറഞ്ഞാൽ ആ ഓയിലാണിത്. ഇതിന് സോൾവെൻ്റ് എന്നാണ് പറയാം. മാർക്കറ്റിൽ ഇതിന് വേറൊരു പേരുണ്ട്. ഇതിപ്പോൾ കെൽക്കർ കമ്പനിയുടേതാണ്. നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോ, അത്തറിൻ്റെ വീഡിയോ, പെർഫ്യൂമിൻ്റെ വീഡിയോ ഒന്നും ചെയ്യണില്ല. എന്നാൽ ആയിക്കോട്ടെ, ഈ പെർഫ്യൂം എങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങളൊന്ന് കണ്ടോളി. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന അത്തറും പെർഫ്യൂമൊക്കെ 80% മുകളിലും സിന്തറ്റിക്കാണ്. പെർഫ്യൂം മിക്കവാറും 95% സിന്തറ്റിക്കാണ്. അപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള പെർഫ്യൂം, അത്തറുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ്, നമ്മുടെ അടുത്തുള്ള ഇവിടെ വീട്ടിലുള്ള സെറ്റപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഐഡിയ കാണിച്ചു തരുന്നത്. പിന്നെ പല ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ ലാസ്റ്റിങ്ങിന് എന്താ ഉപയോഗിക്കുന്നത്. ലാസ്റ്റിങ് എങ്ങനെ വരുന്നത്? ഈ ലാസ്റ്റിക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ഫിക്സറ്റീവ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ ഫിക്സറ്റീവിൽ പെട്ടൊരു ഫിക്സറ്റീവാണിത്. ഈ ഫിക്സറ്റീവുകൾക്കൊക്കെ ഓരോ സ്മെല്ലിനും ഓരോ ഫിക്സറ്റീവാണ് ചേർക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ഫിക്സറ്റീവ് ഉണ്ട്. ഗാലക്സൈഡ്, മസ്ക്, അംബ്രോക്സൈഡ്, പിന്നെ ബെൻസോയിൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ വാനിലൊക്കെ ഒരു സ്വീറ്റി ടൈപ്പിൽ വരുന്ന വെനേലിയ, എംബർ സോളിഡ്, ഒരുപാട് ഫിക്സറ്റീവ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന ചെറിയ ബോട്ടിലുകളിലാണ് എസെൻഷ്യൽ ഓയിൽ വരുന്നത്. ഇത് സിന്തറ്റിക്കും ഉണ്ട്, നാച്ചുറലും ഉണ്ട്. നാച്ചുറൽ വളരെ കുറവായിരിക്കും. പിന്നെ ഇത് ഗാലക്സൈഡ് എന്ന് പറയുന്ന ഒരു ഫിക്സറ്റീവ് ആണ്. ഇത് ഓയിൽ ടൈപ്പിൽ വരുന്നതാണ്. ഫിക്സറ്റീവ് എന്ന് പറയുന്ന സാധനം ഒരു 2% മുതൽ 5% വരെയാണ് നമ്മൾ ഈ അത്തറിലേക്ക് യൂസ് ചെയ്യുന്നത്. ഈ സോൾവെൻറ്റിന് കാരിയർ ഓയിൽ എന്ന് പറയും. ആദ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സോൾവെൻറ്റിന് കാരിയർ ഓയിൽ എന്ന് പറയും. ഈ പൗഡറുകളും ഈ ഓയിലുകളൊക്കെ ഒന്ന് ക്യാരി ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അളവനുസരിച്ച് ഓരോന്നിനും ഓരോ അളവുകളുണ്ടാവും. ആ അളവ് നമ്മൾ അളന്ന് മെഷീനിൽ അളന്ന് ഇത് ലേശം നമ്മൾ ഇതിൽ ബൗളിലേക്ക് എടുത്ത് ഓരോന്നും എടുക്കും. നമ്മളിപ്പോൾ ഓരോ ടോപ്പ് നോട്ട്, മിഡിൽ നോട്ട്, ലാസ്റ്റ് നോട്ട്, അങ്ങനെ പല നോട്ടുകളും എടുത്ത് നമുക്ക് വേണ്ട പെർഫ്യൂമുകൾ ഏതൊക്കെ നോക്കിയിട്ട് അത് ഇതിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ഇതൊരു 25% ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യും. ഫസ്റ്റിങ്ങിന് ഒരു 48 മണിക്കൂർ, അതല്ലെങ്കിൽ 2 ആഴ്ച, 1 മാസമൊക്കെ വെക്കണം. തണുപ്പുള്ള സ്ഥലത്ത്, അധികം ടെമ്പറേച്ചറൊന്നും ഇല്ലാത്ത മീഡിയം തണുപ്പുള്ള സ്ഥലത്ത് വെക്കണം.